ഹലോ, ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ 10 മണിച്ചെടി അതുപോലെ തന്നെ 8 മണിച്ചെടി അത് നടലാട്ടോ. അപ്പോൾ ദാ ഇങ്ങനത്തെ ബോട്ടിലുകളിലാട്ടോ നമ്മൾ നടുന്നത്. ഇതിൻ്റെ മുന്നേ ഞാൻ ആദ്യം നട്ട് വെച്ചിന് കുറച്ച് ബോട്ടിലുകൾ ഉണ്ടായിനി. അത് ഞാൻ പിന്നെ ഒന്ന് മണ്ണൊക്കെ ആയിട്ട് ഒഴിവാക്കിയിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് തന്നെ നടാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇതാ ഞാൻ മണ്ണൊക്കെ കൊണ്ടുപോയിട്ട് ഇതാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ഇടുന്ന മണ്ണുകൾ. നമ്മൾ മിക്സ് ചെയ്ത എല്ലാ കൂട്ടുള്ള മണ്ണാട്ടോ, നമ്മളെ കിച്ചണിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ കൂടിയിട്ടുള്ളൊരു മണ്ണ് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ മിക്സാക്കി വെച്ചതാണ്. അപ്പം നമുക്ക് ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്കിങ്ങനെ നിറച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് മണ്ണ് കോരുന്നത് എന്താണെന്ന് വെച്ചാൽ മക്കളെ ബൂട്ടിൻ്റെതുണ്ടല്ലോ ആ പേട്, അത് വെച്ചിട്ട് അതിങ്ങനെ കോരാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അത് വെച്ചിട്ടാട്ടോ ഞാനിങ്ങനെ പിന്നെ അതിലേക്ക് ഇങ്ങനെ മണ്ണ് കോരിയിടുന്നത്. അപ്പം നമ്മളെ കയ്യിലേക്ക് വല്ലാതെ അങ്ങോട്ട് മണ്ണാവില്ല കേട്ടോ. എന്നാലും ഞാനിങ്ങനെ കൈനോട് ഇങ്ങനെ കുറച്ചൊക്കെ കൈമലാവാതെ നിൽക്കില്ലല്ലോ, പിന്നെ നമുക്ക് നല്ലോണം കഴുകിയാണ്ട് വൃത്തിയാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ നിറച്ചെടുത്ത് വെക്കട്ടെ കേട്ടോ. പിന്നെ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മളെ ഐസ്ക്രീമിൻ്റെ ബോട്ടിലാട്ടോ. ഞാൻ പിന്നെ എന്ത് ഒഴിവാക്കിയത് കണ്ടാലും ഞാൻ എടുത്തു കൊണ്ടുവരും കേട്ടോ. അതിലേക്കൊക്കെ നമുക്ക് എന്തെങ്കിലും നടാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഇതായത് തീറ്റ കുറച്ചധികം ഉണ്ടായിന്, അതിലൊക്കെ മണ്ണ് നിറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് 8 മണിച്ചെടിയും അതുപോലെ 10 മണിച്ചെടിയും നമുക്ക് നടാം. നട്ടിട്ട് ഞാനിത് വേറൊരു സ്ഥലത്തേക്കാട്ടത് വെക്കണത്. ഇതിൻ്റെ മുന്നേ ഞാൻ നട്ട് വെച്ചിരുന്നതിന് അവിടെ ഒരു മരത്തുമ്മലാണ് വെച്ചിരുന്നത് കേട്ടോ. അതുപോലെ മരത്തുമ്മക്ക് വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഉണങ്ങിപ്പോയി. പിന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാതെ ഒന്ന് പോയിട്ടോ. ഇവിടെ ഇല്ലേണില്ല, നമ്മൾ ഹോസ്പിറ്റലിലാണല്ലോ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആയി ഒരു മനസ്സിനൊരു സമാധാനം കിട്ടുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനൊരു താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ബോട്ടിൽ ഒക്കെ മണ്ണ് നിറച്ച് വെച്ച് ഇനി നമുക്ക് ഇതിലേക്ക് ചെടികൾ നടണം കേട്ടോ. നമ്മളെ 10 മണിച്ചെടികൾ നടണം. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഭംഗി തോന്നില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് പൂവിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. പിന്നെ ഈ 10 മണിച്ചെടി 8 മണിച്ചെടിയൊക്കെ വേഗം പിടിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ വേഗം പൂവിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. നമ്മളെ മുറ്റത്തിന് തന്നെ ഒരു ഐശ്വര്യം കേട്ടോ. നമുക്കും അതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണല്ലോ. കുറേ ടൈം നമ്മൾ ഇതിമ്മലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നട്ട് പിടിപ്പിക്കട്ടെ. അപ്പോൾ അതുണ്ടായിട്ട് ഞാൻ ഇതൊക്കെ നന്നായിട്ട് പൂവിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോസ് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വിചാരിക്കല്ലോ ഇതിങ്ങനെ നടുന്നതേ ഉള്ളൂ, പൂവ് ഇടുകയോ ഇല്ല എന്നൊക്കെ ഉള്ളത്. ഒക്കെ ഞാൻ കാണിച്ചു തരും നന്നായിട്ട് തന്നെ. ഇതിൻ്റെ മുന്നേ ഇട്ടത് നമ്മളത് നന്നായിട്ട് പിടിച്ച് വന്നിട്ട് ഇനി പൂവോടെ ഇടാൻ മുട്ടിട്ടിട്ടേ ഉള്ളൂ. അത് മുട്ടിട്ട് ഇനി പൂവ് വിരിയുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വേഗം പിടിക്കും. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് വെക്കുന്നത് എവിടെയെന്നുള്ളത് അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതൊരു മരത്തുമ്മലാണ് ഞാൻ വെക്കുന്നത്. ഒരു മരമുണ്ട്, നമ്മൾ വളർത്തയല്ല. അതെന്താണെന്ന് വെച്ചാൽ റോഡ് സൈഡ് തന്നെയാണ്. അതെങ്ങനെ വളർന്നാലും പിന്നെ അതിലൂടെ ലൈൻ ഇങ്ങനെ പോണതുകൊണ്ട് പിന്നെ ലൈനിൻ്റെ ആൾക്കാർ വരുമ്പോൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ മരം ഇങ്ങോട്ട് വളരൂല. പിന്നെ ഞാൻ ആ മരം എന്ത് ചെയ്ത് ഇങ്ങനത്തെ ഓരോ ചെടികൾ ഇങ്ങനെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇത് ഞാനുണ്ടോ ഒക്കെ നട്ട് വെച്ച് ഇനി കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഇനി ഇതൊക്കെ പെട്ടെന്ന് ഒരാഴ്ചനോട് തന്നെ ഇതൊക്കെ ഉഷാറായിട്ടുണ്ടാവും കേട്ടോ. ഈ മരത്തുമ്മലാട്ടോ ഞാൻ ഇത് ചെടി വെക്കാമെന്ന് വിചാരിക്കുന്നത്. ഈ ബോട്ടിൽ അയിമര് ഇങ്ങനെ കെട്ടി തൂക്കി വെക്കും. ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ നിറച്ചും ഈ മരത്തുമ്മ നിറച്ചും 10 മണിമുല്ല ചെടികൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണാൻ. ഇനി അതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ദീമരൊരു സ്റ്റാൻഡ് ഞാൻ കെട്ടി തൂക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിലേക്കൊക്കെ വെച്ചിട്ട് പിന്നെ വട്ടത്തിൽ ഇങ്ങോട്ട് കയറ് കെട്ടിയിട്ട് ആ കയറുമ്മലും ഇങ്ങനെ കെട്ടി തൂക്കി. പിന്നെ ഞാൻ ഈ മരത്തുമ്മൽ കുറച്ച് കൊടിൻ്റെ വള്ളി ഉണ്ടായിന്, അതൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കുക കേട്ടോ. ആവശ്യമില്ലാത്തതൊക്കെ നന്നായിട്ടിട്ട് ഉണ്ടാവും ചെയ്യും, ആവശ്യമുള്ളതായിട്ട് ഉണ്ടാവും ചെയ്യില്ല. ഈ കൊടിവള്ളിയൊക്കെ നന്നായിട്ട് ടൈം ഉണ്ടായിന്. പിന്നെ ആർക്കും ആവശ്യമല്ല കേട്ടോ. അത് വെച്ചാൽ എന്താ കടയിലും എടുക്കൂല അത് നമ്മൾ സാധാരണ ഉപയോഗിക്കണേറ്റാലല്ല എന്നാണ് പറഞ്ഞ കടക്കാർ. നമ്മളവിടെ നട്ട് ഇങ്ങനെ പിടിപ്പിച്ചപ്പോൾ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്ത് കണ്ടോ. ഇതേമാതിരി ഞാൻ നമ്മളെ ചെടി നട്ടത് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഒഴിവാക്കിയൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് ദീമര് കെട്ടി തൂക്കി വെച്ചതാട്ടോ. ഈ മരത്തുമ്മര് ഇങ്ങനെ ഞാൻ ദീമര് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് റൗണ്ടിലും ഇങ്ങനെ വെക്കണം. ഏതായാലും ഈ മരം നമ്മൾ വളരുന്നില്ല, അപ്പം നമ്മൾ ഇതിന്മേൽ ചെടി ഇങ്ങോട്ട് വളർത്താലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി എല്ലാവരും. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അറിയിക്കുക. ഓക്കെ, ബൈ.